സുബഹി നിസ്കാരത്തിന്റെ ശേഷം കൈ നെഞ്ചിൽ വെച്ച് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് 71 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഖൽബ്, ഹൃദയം പ്രകാശിക്കുകയും അവന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാവുകയും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രയാസമില്ലാതെയാവുകയും ചെയ്യും. അപ്പൊ എന്ത് കാര്യത്തിലും, പരീക്ഷകളാവട്ടെ മറ്റുള്ള പരീക്ഷണങ്ങളാവട്ടെ, ഏത് കാര്യത്തിലും വിജയം ലഭിക്കാൻ സുബഹി നിസ്കാരത്തിന് ശേഷം യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് നമ്മുടെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് 71 തവണ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ജീവിതമാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് വരും പോകും. നേരെ മറിച്ച് നമ്മൾ അതോർത്തിങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മളുടെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമുക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളെയും നമ്മളുടെ മനസ്സുകൊണ്ട് നേരിടുക, പുഞ്ചിരി കൊണ്ട് അതിനെ കുഴിച്ചു മൂടുക. ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? അത് സമയമാണ്. ആ സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്താണ് അയാളുടെ വിജയം കാത്തിരിക്കുന്നത്. പടച്ചോൻ നമുക്ക് നൽകിയ സമയം ഉള്ളതുപോലെ സന്തോഷിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അങ്ങനെയുള്ളവരുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും.